ഒമ്പതിതളുകൾ വിരിഞ്ഞ പൂവ് പോലെ കേരളം, പൂക്കളങ്ങളിട്ടു ചേർത്തു വച്ചു പുതിയ പുലരികൾ. തോളു ചേർന്നു നമ്മൾ കാത്തിടുന്ന നന്മകൾ വേണമീ തുടർച്ചകൾ, അതിന്നു നാം പരസ്പരം ഇടം മറന്നിടാതെ നമ്മൾ ഇനിയുമേറെ നീങ്ങണം, ഇനിയുമേറെ രക്തസാക്ഷികളെ നായകൻ, നാടിനൊരു നായകൻ, വിപ്ലവത്തിൻ വീര്യമുള്ള സൂര്യനാണി നായകൻ, സൂര്യനാണി നായകൻ. ചെങ്കൊടിക്കു ചിന്തയായി ചങ്കിലേ മന്ത്രമായി നാടിനൊരു നേട്ടമായി വാണിടുന്ന നായകൻ, വാണിടുന്ന നായകൻ. പാർട്ടി പിറന്നൊരു നാട്ടിൽ ഉദിച്ചൊരു നായകൻ. കരുത്തനാകും സാരഥി, സത്യമേകും ശക്തിയിൽ നാടിനൊരു നായകൻ, നാടിനൊരു നായകൻ. വിപ്ലവത്തിൻ വീര്യമുള്ള സൂര്യനാണി നായകൻ, സഖാവ് സഖാവ് സഖാവ്. ഭരണമെന്ന തന്ത്രവും വിജയമെന്ന മന്ത്രവും ഒന്നു ചേർന്ന നായകൻ, ധീരവീര നായകൻ, ധീരവീര നായകൻ. വിജയനെന്ന പേരു തന്നെ കൈരളിക്കിതാശ്രയം, വികസനത്തിൻ പാത തന്നെ ജനമനസ്സിനാഗ്രഹം, ജനമനസ്സിനാഗ്രഹം. കനവില്ല മടിയിൽ ഭയമില്ല വഴിയിൽ, കരളിൽ നിറമുള്ള നിലപാട് മാത്രം, നിലപാട് മാത്രം. ഇത് കമ്മ്യൂണിസത്തിൻ കരളുറപ്പ്, ഇത് കൈരളിക്കായുള്ള കൈമുതൽ. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ഫോട്ടോ മാറണം.
வணக்கம். அரசியல் தொழில் அல்ல, கடமை என்பதை சந்தேகத்திற்கு இடமின்றி நிரூபித்து வரும் அரசியல்வாதிகள் மிகச் சிலரே. அதில் மிக முக்கியமானவர் காம்ரேட் പിണറായി വിജയൻ. ഈ മണ്ണാണ് പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്, പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. காம்ரேட் பினராயி விஜயன் அவர்கள். ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മൈ കോമ്രേഡ്, ഇത് എൻ്റെയും കേരളമാണ് എന്ന് ചെറുപ്പം മുതലേ എനിക്ക് ബോധ്യപ്പെടുത്തിയ മലയാളികൾക്ക് നന്ദി, നമസ്കാരം. ഇനി ഞാൻ തമിഴിൽ പറയാം. ഞാൻ പറയുന്നത് അവിടെയും കേൾക്കണം. അതുകൊണ്ടാണ് இன்று தெற்கு தேய்கிறது என்றெல்லாம் புலம்பிக் கொண்டிருக்காமல் தெற்கை உதாரணமாக காட்டிக் கொண்டிருக்கும் முக்கிய தலைவர்களில் மூலமானவர் விஜயன் அவர்கள். இதை பிரபலப்படுத்த வேண்டியது என் கடமையாகவே நினைக்கிறேன். சித்தாந்தங்கள் எவ்வாறாயிருந்தாலும், அவர் கம்யூனிஸ்டாகவும் நான் சென்ட்ரிஸ்டாகவும் இருந்தாலும், மக்கள் சேவையில் நாங்கள் இருவருமே காமரேட்ஸ் தான். இந்த சித்தாந்த வேறுபாடுகளின் நூற்றாண்டு கடந்து கொண்டிருக்கிறது. மக்கள்தான் நம் சித்தாந்தம் என்று மாறும் காலம் நெருங்கிக் கொண்டிருக்கிறது. வரும் வழியில் ஒரு சின்ன விமர்சனத்தை பாஸ்கரன் சாரின் முன்னால் வைத்தார். நாங்கள் ஒரே வண்டியில் സഹോദരന്മാരെ, ഒരു വിശദമായ പ്രസംഗത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ആദ്യമായി ശ്രീ കമൽഹാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിൻ്റെ മനസ്സിൽ, കേരളീയരുടെ ആകെ ഹൃദയത്തിൽ എന്നെ സ്ഥിരതാമസക്കാരനാക്കിയ ചലച്ചിത്ര വ്യക്തിത്വമാണ് കമൽഹാസൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നത് കേവലമായ ഒരു ഔപചാരികത മാത്രമാണ്. കലാകാരന് കലക്കപ്പുറം ഒരു സാമൂഹിക ജീവിതമുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിപരമായ ജീവനക്കാരാണ് എന്ന സംശയം എല്ലാ കാലത്തും ഉള്ളതാണ്. അത് നിലനിർത്തി ഈ ഫയലുകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ അതിവേഗം തീരുമാനങ്ങളിലേക്ക് നിലകൂടി ഉണ്ടാക്കുക നാം നമ്മുടെ കേരളത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ